പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏട്ടൻ ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് അമ്പലപ്പുഴ വീട് വരെ പോയിട്ട് വരാം. അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അമ്പലപ്പുഴ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് കുറച്ച് സാധനമൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ അമ്പലപ്പുഴ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് നല്ല നാടൻ വരാലും ചെമ്പല്ലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. വേറെ എവിടുന്നും അല്ല, മാമൻ വല വെക്കുന്നതാണ്. നമ്മുടെ അവിടെ തന്നെ കണ്ടമൊക്കെ ഉള്ളതുകൊണ്ട് വല വെക്കും, എല്ലാ പ്രാവശ്യം വെക്കാറുള്ളതാണ്. അങ്ങനെ വലയൊക്കെ വെച്ച് കിട്ടിയ മീനാന്നേ. അപ്പോഴത്തേക്കും ഇപ്രാവശ്യം കിട്ടിയത് ചെറുതൊക്കെ ആയിരുന്നു. നല്ലോണമൊക്കെ വലിയ മീനൊക്കെ കിട്ടാറുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ. അപ്പോൾ അതേ കറിയൊക്കെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ അതേ അമ്മ കഷ്ണങ്ങളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പൂനെ കണ്ടപ്പോൾ അപ്പൂന് വറുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ്. അപ്പം അപ്പൂൻ്റെ പേരും പറഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നതെങ്കിലും ഞങ്ങൾക്കും കൂടെ ഉള്ള പങ്ക് ഒരു കഷ്ണമെങ്കിലും അമ്മ വെക്കാറുണ്ട്. അങ്ങനെ അതും കൂടെ വെച്ച് എല്ലാം വറുക്കാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്കെന്നാൽ കപ്പയും കൂടെ കപ്പയും കറിയും കൂടെ ആയിട്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനാണെങ്കിൽ പോയി കപ്പയും ഒക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കടയിലോട്ട് പോയി. കൂട്ടത്തിൽ അപ്പുക്കിളിയും ചടിക്കറി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയാകുന്നുണ്ട്. പിന്നെ അപ്പുറം നമ്മുടെ മീൻ വറുത്തയും റെഡിയാകുന്നുണ്ട്. പിന്നെ കുറേ നേരം ഞാനും അമ്മയും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന്. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ്. ഇന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വരാലും ചെമ്പല്ലിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അച്ഛൻ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. കൂട്ടത്തിൽ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പുക്കിളി പോയതുകൊണ്ട് എനിക്കുള്ള പങ്കുമുണ്ട്, എൻ്റെ കയ്യിലും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കപ്പയൊക്കെ വെട്ടി എരിഞ്ഞ് പിന്നെ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പയും നമ്മുടെ നാടൻ വരാല് കറിയും, സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ അമ്മ തേങ്ങ അരച്ച് വെക്കുമായിരുന്നു, തേങ്ങ വറുത്തരച്ച് വെക്കും. പിന്നെ ഈ കരുമാടി വീട്ടിലൊക്കെ വന്നപ്പോഴത്തേക്കും അത് ഇങ്ങനെ നമ്മൾ സാധാ മീൻകറി തേങ്ങ അരച്ച് വെക്കത്തില്ല, അങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതത്ര എനിക്കിഷ്ടമല്ല. പക്ഷെ ഇവിടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വറുത്തരച്ച് വെക്കാറുണ്ടായിരുന്നു വരാലൊക്കെ. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ അങ്ങനെ വെക്കാമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യത്തിൽ കഴിക്കാനൊക്കെ എടുത്ത് ചെന്നപ്പോൾ തന്നെ കറണ്ടും പോയി. പിന്നെ കറണ്ടൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ കുറേ നേരം അപ്പുക്കിളിയായിട്ട് സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പുക്കിളി ഭയങ്കര കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിലായതുകൊണ്ട് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.